താഴെ വീണപ്പോ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ സംസ്കാരത്തിനോ അല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കോ ഒന്നുമല്ല അവിടുത്തെ ഒരു എക്യുപ്മെന്റ്സിനോ അവിടുത്തെ ഒരു മിലിറ്ററി സംവിധാനത്തിനോ പറ്റിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെ രക്ഷിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്നത്തെ ഒരു മരുന്നുകൾക്കോ ഒരു പ്രസ്ഥാനങ്ങൾക്കോ കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നും മരിച്ചാലും ജീവിക്കുമെന്ന് ഉയർത്തിക്കാണിച്ച് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു, ഞങ്ങളെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിളിച്ചു പറയുന്നു, ഞങ്ങളെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിളിച്ചോതുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന നല്ലവരായ ഈ സഹോദരി സഹോദരന്മാരെ, ഞാനിന്ന് വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഏത് പ്രശ്നത്തിന്റെ അന്തരീക്ഷമാണെങ്കിലോ ഏത് പ്രതികൂലത്തിന്റെ അനുഭവമാണെങ്കിലോ ഞങ്ങള് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നയീൻ എന്ന് പറയപ്പെടുന്ന പട്ടണത്തിലേക്ക്, ആ പട്ടണത്തിൽ അനവധിയായ വിഷമതയുടെ അനുഭവത്തിൽ നിന്നപ്പോ ദൂരത്തു നിന്ന് കണ്ട, അടുത്ത് വന്നിട്ട് കണ്ടിട്ടല്ല പറഞ്ഞ് ഇവിടെ എന്റെ മാസ്റ്റർ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ഇന്ന പ്രശ്നമാണെന്നല്ല പറഞ്ഞ് ദൂരത്ത് 12 24 മൈല് അപ്പുറം നിന്നുകൊണ്ട് നമുക്ക് നയീൻ പട്ടണത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. ഹൃദയ ചിന്തകളെ ദൂരത്ത് അവിടെ കണ്ണുനീര് ധാരധാരയായി ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെടുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് ആരും ഒരു പരിഷ്കർത്താക്കൾക്കും പറയാൻ പറ്റാത്തത്, ഒരു സാമൂഹ്യ നീതിക്കാർക്കും പറയാൻ പറ്റാത്തത്, ഒരു മത നേതാക്കന്മാർക്കും പറയാൻ പറ്റാത്തത്, യേശു അന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ആ സ്ത്രീയുടെ അടുക്കിലേക്ക് കടന്നു പോകണോ. ആ സ്ത്രീയുടെ അടുക്ക് കടന്നു ചെന്ന് അവളുടെ അടുക്കിലേക്ക് എത്തിച്ചേർന്നിട്ട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സ്ത്രീയെ നീ കരയണ്ട എന്ന്. ഇന്നെ ഇവിടെ ആയിരിക്കുന്ന പ്രിയമുള്ള നല്ലവരായ സ്നേഹിതരെ, ഞാനൊരു കാര്യം പറയട്ടെ, യേശുവിനെ പറയാൻ ഇതേ ഉള്ളൂ, നീ കരയണ്ട കേട്ടോ. ഇന്ന് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന എന്താ, നിങ്ങളുടെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ, നിങ്ങളുടെ ആഴത്തിലുള്ള വിഷമത്തിന്റെ അനുഭവത്തിലായിരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ഞാൻ വിളിച്ചു പറയുക, നീ കരയണ്ട. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എത്രയോ നാളുകൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണം കൈവരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവുണ്ട്. ഞങ്ങള് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ, ഒരുമിച്ചെന്ന് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കുവാനിടയായി തീരട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, അതെ ഞാൻ വിഷമതയുടെ അനുഭവത്തിലായിരിക്കുന്നേ, വലിയ കഷ്ടത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നേ, ഇതെനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല, ഇതെനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, ഇതാരോടും എനിക്ക് വിളിച്ചു പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, എന്നെ എല്ലാവരും മാറ്റി നിർത്തുമ്പോ, എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുമ്പോ, ചിലപ്പോൾ രോഗം കൊണ്ടായിരിക്കാം, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ കൊണ്ടായിരിക്കാം, നിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ തകർച്ചകൾ കൊണ്ടായിരിക്കാം, നിന്റെ ഇല്ലായ്മകൾ കൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ളത് ഒന്നിന് പുറമെ ഒന്നായി കടന്നു വരുമ്പോ ആരുമില്ലാത്തതിന്റെ ഇടയിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, യേശു ആ വിധവയുടെ അടുക്കലേക്ക്, ആ സ്ത്രീയുടെ അടുക്കലേക്ക് ചേർന്ന് വന്നിട്ട് പറഞ്ഞൊരു വാക്ക് ഇന്ന് മറന്നു പോകരുത്, സ്ത്രീയെ കരയണ്ടെന്ന്. എന്താ കാരണം? എല്ലാരും പറയുക, നീ കരഞ്ഞേ പറ്റത്തുള്ളൂ, നീ കരഞ്ഞല്ലെങ്കിൽ പറ്റത്തില്ല, നിന്റെ കുടുംബത്തിന്റെ വിഷയങ്ങൾ, നിന്റെ പ്രശ്നങ്ങൾക്ക് നീ കരഞ്ഞു തീർക്കുന്ന എല്ലാരും പറയുമ്പോ അതിന്റെ ഇടയിൽ കരയണ്ടെന്ന് പറഞ്ഞ ഒറ്റ ആളുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരാളുമില്ല. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ, ഞങ്ങള് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പ്രസംഗിക്കുന്നു, ഞങ്ങള് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് രാത്രി സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുവാനാണ്.